അസ്സലാമു അലൈക്കും. നമസ്കാരം. ഇന്നത്തെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. അപ്പം അതിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ വീട്ടിൽ പോകണുണ്ടെന്ന് ഇന്ന് അവിടെ സ്റ്റേ ആണ്. അപ്പോൾ വലിയ ബ്രദറും ഫാമിലിയൊന്നും ഈദിൻ്റെ സമയത്ത് ഇല്ലായിരുന്നല്ലോ. വലിയ ബ്രദറിന് കോവിഡൊക്കെ ആയത് കാരണം അന്ന് അവരില്ലായിരുന്നു. അപ്പം ഇപ്പോൾ എല്ലാവരും ഒന്ന് കൂടാന്ന് പറഞ്ഞിട്ട് വിളിച്ചതായിരുന്നു. അപ്പം രണ്ടാമത്തെ ബ്രദറിനും ഫാമിലിക്കും വരാനൊന്നും പറ്റിയിട്ടില്ല. എന്തായാലും ഞങ്ങളൊക്കെ ഒന്ന് കൂടാന്ന് വിചാരിച്ചു. അപ്പോൾ ലഞ്ചിന് വീട്ടിലേക്കാണ് പോണത്. പിന്നെ ഇന്ന് അവിടെ സ്റ്റേ ചെയ്യുവാണ്. അപ്പോൾ അവിടുത്തെ കുറച്ച് വിശേഷങ്ങളും പിന്നെ എൻ്റെ വീട്ടിലുള്ള ആസ്കർഖാൻ്റെ വീട്ടിലുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ നിങ്ങൾ കണ്ടു നോക്കുക. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് വാട്സപ്പിലൂടെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ഒരു ടീമിനെ പരിചയപ്പെടുത്തി തരാം. ഇംഗ്ലീഷ് ലക്ഷ്യ എന്നാണ് പേര്. നിങ്ങൾ പലർക്കും അറിയുന്നുണ്ടാവും. പിന്നെ ഇംഗ്ലീഷിന്റെ ഒരു പ്രാധാന്യം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാലോ. ഒരു ജോബിന്റെ കാര്യത്തിലായാലും അതുപോലെ തന്നെ ഹയർ സ്റ്റഡീസിനൊക്കെ പുറത്തു പോകേണ്ടി വന്നാലൊക്കെ ഇംഗ്ലീഷ് വളരെയധികം ഒരു പ്രാധാന്യം വഹിക്കുന്നുണ്ട്. അപ്പൊ ഇവരുടെ അണ്ടറിൽ ഇംഗ്ലീഷ് പഠിക്കുന്നത് വാട്സപ്പിലൂടെയാണ്. അപ്പൊ നിങ്ങൾക്ക് ലോകത്തിന്റെ ഏത് കോണിൽ വെച്ചിട്ടും ഈ ഇംഗ്ലീഷ് പഠിക്കുന്ന ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാൻ പറ്റും. അപ്പൊ അവരുടെ ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ പേഴ്സണൽ ട്രെയിനർ ഉണ്ട്. അതുപോലെ തന്നെ ഇതിന് യാതൊരുവിധ പ്രായപരിധിയോ അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനോ ഒന്നുമില്ല. നിങ്ങൾക്ക് എന്ത് ക്വാളിഫിക്കേഷൻ ആണോ ഉള്ളത് അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാം. വിദ്യാർത്ഥികൾക്കായിട്ട് പ്രത്യേകം കോഴ്സുകളുണ്ട്. പിന്നെ ഇതിലെല്ലാവരും ഒരുപോലെയല്ല ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നത്. ഓരോരുത്തരുടെയും ഇംഗ്ലീഷിലുള്ള ലെവൽ എങ്ങനെയാണെന്നുള്ളത് നോക്കിയിട്ട് അതിനനുസരിച്ചാണ് അവര് ഇംഗ്ലീഷ് പഠിപ്പിക്കുക. വെറും ഒരു ക്ലാസ് മാത്രമല്ല, നിങ്ങൾ എന്താണോ പഠിച്ചത് അത് നിങ്ങൾക്ക് നിങ്ങളുടെ ട്രെയിനേഴ്സുമായിട്ട് കോൾ ചെയ്തിട്ടും അതുപോലെ തന്നെ ചാറ്റ് ചെയ്തിട്ടും പ്രാക്ടീസ് ചെയ്യാനുള്ള അങ്ങനെ ഒരു പ്രാക്ടീസ് സെഷനും കൂടെ ഉണ്ട്. ഈ ഒരു കോഴ്സ് എന്ന് പറയുന്നത് 2 മാസത്തെ കോഴ്സാണ്. അപ്പോൾ അതിന് 6 മാസം വാലിഡിറ്റി ഉണ്ട്. വളരെ തുച്ഛമായിട്ടുള്ള ഒരു ഫീലാണ് അവര് ഈ ഒരു ഇംഗ്ലീഷ് നിങ്ങളെ പഠിപ്പിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഓൺലൈൻ ആയതുകൊണ്ട് തന്നെ വാട്സപ്പ് വഴി ആയതുകൊണ്ട് തന്നെ ലോകത്തിന്റെ ഏത് കോണിൽ വെച്ചിട്ടും നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രീ ടൈമിൽ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പൊ വീട്ടമ്മമാരെ സംബന്ധിച്ചൊക്കെ നല്ല ഒരു ഉപയോഗപ്രദമായിട്ടുള്ള, പലർക്കും നമുക്ക് ഇംഗ്ലീഷ് അറിയൂല, അല്ലെങ്കിൽ എനിക്ക് അവിടെ പോയിട്ടൊന്ന് ജോയിൻ ചെയ്യാനുള്ള ഒരു മടിയാണ്, അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് ഇംഗ്ലീഷ് പഠിക്കാതെയൊക്കെ നിൽക്കുന്ന പല ആളുകളുണ്ടാവും. അങ്ങനത്തെവർക്കൊക്കെ ഈ ഒരു ട്രെയിനിങ് വളരെയധികം ഉപകാരപ്രദമാവുമെന്നാണ് തോന്നുന്നത്. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഇവരുടെ അണ്ടറിൽ ഇംഗ്ലീഷ് പഠിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. ആ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ പേരൊന്ന് ടൈപ്പ് ചെയ്തിട്ട് സെൻഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം നിങ്ങൾ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും നിങ്ങളുടെ വീട്ടിലുള്ള ആർക്കെങ്കിലും ഒക്കെ ഉപകാരപ്രദമായേക്കാം. അപ്പൊ ഇനി നമുക്ക് വ്ലോഗ് കാണാം. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ബട്ടൂരയും അതുപോലെ തന്നെ ബീഫിൻ്റെ എല്ല് വെച്ചിട്ടുള്ള ഒരു ചാപ്സും ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഈസ്റ്റ് ഒന്ന് പൊങ്ങാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്, ബട്ടൂര ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. വെള്ളം ചൂടുള്ള പാലിലാണ് ഈസ്റ്റ് പൊങ്ങാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളത്. മെഷർമെൻ്റ് ഒക്കെ ഞാനിതാ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. ഞാൻ 1.5 കപ്പ് മൈദയിലേക്കുള്ള മെഷർമെൻ്റ് ആണ് സ്ക്രീനിൽ കൊടുത്തിട്ടുള്ളത്. ഞാനിവിടെ 6 കപ്പോളം മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്തു. പിന്നെ കുറച്ച് തൈരും കൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ ഇത് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇളം ചൂട് പാലിൽ ഇതൊന്ന് കുഴച്ചെടുക്കുകയാണ്. പാല് വേണമെന്നൊന്നുമില്ല, ഇളം ചൂട് വെള്ളമായാലും കുഴപ്പമില്ല. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് കുഴച്ചതിന് ശേഷം 1 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. ഇപ്പോൾ ബട്ടൂരയിലേക്ക് ബീഫിൻ്റെ എല്ല് വെച്ചിട്ടുള്ള ചാപ്സ് ആണ് ഉണ്ടാക്കുന്നത് പറഞ്ഞല്ലോ. അപ്പോൾ അതിലേക്കുള്ള ഇഞ്ചി, വെളുത്തുള്ളി, സവാള ഇതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഒരു ചട്ടിയിലേക്ക് ഇട്ടിട്ട് അതുപോലെ തന്നെ ബീഫിലേക്കുള്ള മസാലപ്പൊടികളെല്ലാം ഈ ഒരു ഉള്ളിലേക്കൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് വറുത്തെടുക്കുകയാണ്. എണ്ണയൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കുകയാണ്.
ഇപ്പോൾ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവപ്പൊടി, വലിയ ജീരകപ്പൊടി, കുരുമുളക് പൊടി ഇതെല്ലാം ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് വറുത്തെടുക്കുകയാണ്. കഴുകി വെച്ചിട്ടുള്ള ബീഫിൻ്റെ എല്ലിലേക്ക് നമ്മൾ വറുത്ത് വെച്ച മസാലയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കുകയാണ്. ബീഫ് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള സവാളയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ പാൻ ചൂടായപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. അപ്പോഴേക്കും ബട്ടൂരയ്ക്കുള്ള മാവൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് പരത്തിയിട്ട് ചുട്ടെടുക്കാൻ തുടങ്ങാം. ബട്ടൂരയ്ക്കുള്ള മാവ് പരത്തിയെടുക്കുമ്പോൾ ഒരു വലിയൊരു ബോൾ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. മൈദപ്പൊടി ഇട്ടിട്ടാണ് പരത്തിയെടുക്കുന്നത്. എന്നിട്ട് ഇതുപോലെ 4 പീസാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അത്യാവശ്യം കട്ടിയിൽ വേണം കേട്ടോ പരത്തിയെടുക്കുന്നത്. ഇത്രയും കട്ടിയിൽ വേണം. അപ്പോൾ എണ്ണ ചൂടായി കഴിഞ്ഞപ്പോൾ അതിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ബട്ടൂര നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയുള്ളതും കൂടെ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോഴേക്കും സവാള വഴന്നു വന്നു. അതിലേക്ക് തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സവാള നന്നായി വഴന്നു വന്നു. ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുത്തു. ഈ സമയത്ത് നമുക്കിതിലേക്ക് എന്തെങ്കിലും മസാലപ്പൊടികൾ എക്സ്ട്രാ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുരുമുളക് പൊടി മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ബീഫിൽ അത്യാവശ്യം മസാല ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബീഫിൻ്റെ എല്ലൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇതിനി നമ്മൾ ഈ ഒരു മസാലയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുകയാണ്. പിന്നെ ഒരു കാര്യം, ഈ ഒരു ബ്രേസ്ലെറ്റ് കുറേ പേര് ചോദിക്കാറുണ്ട്, എനിക്ക് ഗിഫ്റ്റ് കിട്ടിയ ബ്രേസ്ലെറ്റ് മാറ്റിയതാണോ എന്നൊക്കെ. അപ്പോൾ അത് മാറ്റിയതാണ്. ആ ഒരു ബ്രേസ്ലെറ്റ് കുറച്ച് ലൂസായിരുന്നു കേട്ടോ. ഞാൻ കുറച്ച് മെലിയും കൂടെ ചെയ്തപ്പോൾ നല്ല ലൂസായിരുന്നു. അപ്പോൾ അത് എക്സ്ചേഞ്ച് ചെയ്തെടുത്തതാണ്. അപ്പോൾ നമ്മളുടെ എല്ലുകറിയും റെഡിയായി, അതുപോലെ തന്നെ ബട്ടൂരയും റെഡിയായി കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തരായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനിടയിൽ ഷെയ്സ് കുട്ടനും എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. ലഞ്ചിന് വേണ്ടിയിട്ട് കുറച്ച് മുരിങ്ങാത്തോരൻ വെക്കാൻ വേണ്ടിയിട്ട് മുരിങ്ങ എടുക്കാൻ പോയതാണ്. അപ്പോഴേക്കും ഷെയ്സ് കുട്ടനെ അസ്കരൊക്കെ കുളിപ്പിച്ചൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനും ഉമ്മയും കൂടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. ഷെയ് അവിടെ എല്ലിലേക്ക് കുറച്ച് കപ്പ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അതൊന്ന് തൊലി കളഞ്ഞെടുക്കുകയാണ്. അപ്പോൾ ലഞ്ചിനുള്ള കാര്യങ്ങളൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. കറിയും അതുപോലെ തന്നെ തോരനൊക്കെ റെഡിയാക്കി എടുക്കുന്നുണ്ട്.
അപ്പോൾ ഞാനും അസ്കറിക്കയും മക്കളും എൻ്റെ വീട്ടിലേക്കാണ് ഇന്ന് ലഞ്ചിന് പോകുന്നത്. അപ്പോൾ ബീഫിൻ്റെ എല്ലിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ള കപ്പ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. അത് ബീഫിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ലഞ്ചിനുള്ള കാര്യങ്ങളൊക്കെ റെഡിയായി. ഇനി കുറച്ച് ക്ലീനിങ് ആണ് ബാക്കിയുള്ളത്, അതും കൂടെ ചെയ്യട്ടെ. ഇപ്പോൾ കിച്ചണിലെ പണികളെല്ലാം തീർന്നിട്ടുണ്ട്. ഇനി വർക്കൗട്ട് ചെയ്യാനുണ്ട്. വർക്കൗട്ട് കഴിഞ്ഞ് ഫ്രഷ് ആയിട്ട് വേണം വീട്ടിലേക്ക് പോവാൻ. വർക്കൗട്ടൊക്കെ കഴിഞ്ഞ് ഫ്രഷ് ആയതാണ്. അപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ്. ഷേസക്കൊക്കെ ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് 1:15 ആയിട്ടുണ്ട് നമ്മൾ വീട്ടിലേക്ക് പോകുമ്പോൾ. ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ പോലെ വെറുതെ വീട്ടിലൊന്ന് കൂടാൻ വേണ്ടിയിട്ടാണ്. വലിയ ബ്രദറും ഫാമിലിയും ഈദിനില്ലായിരുന്നല്ലോ. അവർ കോവിഡായിട്ട്, വലിയ ബ്രദറിന് കോവിഡായിട്ട് ഈദിന് വീട്ടിലേക്കൊന്നും വരാൻ പറ്റിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഇപ്പോൾ എല്ലാവരുടെയും ഓക്കെ ആയി കഴിഞ്ഞ് അവരുടെ ക്വാറൻറ്റൈനൊക്കെ കഴിഞ്ഞതിന് ശേഷം വീട്ടിൽ ജസ്റ്റ് ഒന്ന് കൂടാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതാ ഞങ്ങൾ വീട്ടിലെത്തി. പക്ഷേ രണ്ടാമത്തെ ബ്രദറും ഫാമിലിയൊന്നും ഇല്ല കേട്ടോ, അവർക്ക് വരാൻ പറ്റിയിട്ടില്ല. ഷെയ്സ് ബേബി എന്താ ഉണരാത്തതെന്ന് പറഞ്ഞ് നോക്കി നിൽക്കുകയാണ്. അപ്പം അന്ന് ഫുഡ് പുറത്തുനിന്ന് ഓർഡർ ചെയ്തതായിരുന്നു. പൊതിച്ചോറാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഉപ്പ അപ്പം എത്തിയിട്ടില്ലായിരുന്നു. ഉപ്പ ഓഫീസിൽ പോയതായിരുന്നു, എത്തുന്നേ ഉള്ളായിരുന്നു. ഞങ്ങൾ കഴിച്ചൊക്കെ തുടങ്ങിയതിന് ശേഷമാണ് ഉപ്പ എത്തിയത്. അപ്പോഴേക്കും ഇതാ ബേബി ഉണർന്നിട്ടുണ്ട്. അപ്പോൾ ബേബിനെ കുറേ നേരം കളിപ്പിച്ചു കേട്ടോ. ഷെയ്സിനും അർമാനൊക്കെ ബേബിനെ എടുക്കണം എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ കയ്യിൽ ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്തതാണ്. വൈകുന്നേരമായപ്പോൾ എനിക്കും അസ്കർക്കാക്കും ഒന്ന് പുറത്ത് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. ചെറിയൊരു പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുട്ടികൾക്കൊക്കെ സ്ലിപ്പേഴ്സും അതുപോലെ തന്നെ അസ്കർഖാൻ്റെ തറവാട്ടിൽ പുതിയ ബേബി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ബേബിക്ക് ഡ്രസ്സ് എടുക്കാനും ഉണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. കുട്ടികളെ എല്ലാവരും അവിടെ വീട്ടിൽ നിർത്തിയതാണ് കേട്ടോ. ഇപ്പോൾ ബേബി ഗേളാണ് കേട്ടോ. അസ്കർഖാൻ്റെ ഉപ്പാൻ്റെ അനിയൻ്റെ
മോൻ്റെ കുട്ടിയാണ്. അപ്പോൾ പെൺകുട്ടികൾക്ക് ഡ്രസ്സ് എടുക്കാൻ നല്ല രസമാണല്ലോ, നല്ല അടിപൊളി നല്ല ക്യൂട്ട് ഡ്രസ്സുകളുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോയി. മുണ്ടോറമ്പ് വീട്ടിലേക്ക് തന്നെയാണ് പോയത്, എൻ്റെ വീട്ടിലേക്ക്. അതാ ഉമ്മ അവിടെ ചായയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അന്നത്തെ ഡിന്നറും പുറത്തുനിന്നാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. മന്തിയായിരുന്നു. ഞാൻ ഗോതമ്പ് ദോശയൊക്കെയാണ് കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഡയറ്റ് ആണല്ലോ, സ്ട്രിക്റ്റ് അല്ലെങ്കിലും ഇപ്പോഴും ഡയറ്റ് ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ മന്തിയൊക്കെ എടുത്ത് വെക്കുകയാണ്. കുട്ടികളൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങളും കഴിച്ച് കുറേ നേരം സംസാരിച്ചൊക്കെ ഇരുന്ന് അന്ന് രാത്രി കുറേ ലേറ്റായിട്ടാണ് ഉറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ഇനി അടുത്തൊരു വീഡിയോയുമായിട്ട് കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.